Good morning everyone, I hope all are well. Today we are going to learn about the new chapter in chemistry, non-metals. അപ്പോൾ in this chapter ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഒരു 5 നോൺ മെറ്റൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ക്ലോറിൻ. ഓക്കെ, അതിൽ ഹൈഡ്രജനെ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണല്ലോ അല്ലേ. നമുക്കറിയാം, കുടിക്കുന്ന വാട്ടറിലും അല്ലേ ബലൂണിൽ നിറക്കുന്നതിലൊക്കെ നമ്മൾ ഹൈഡ്രജനെ കാണാറുണ്ട്. അപ്പോൾ ആരാണ് ഹൈഡ്രജനെ പ്രപ്പോസ് ചെയ്ത് തന്നിട്ടുള്ളത്, ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ളത്? ഹെൻറി കാവൻഡിഷ് ആണ്. 1766 അദ്ദേഹം നമുക്ക് ഡിസ്കവർ ചെയ്ത് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈഡ്രജനീസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹൈഡ്രജൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആ പേര് വരാൻ കാരണം അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഏതൊരു മെറ്റലുമായിട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി HCl എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡൗട്ട് വരാം. ഒന്ന്, ഹൈഡ്രോക്ലോറിക് ആസിഡും വരാം, ഹൈഡ്രജൻ ക്ലോറൈഡും വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ ഗ്യാസ് HCl കമ്പൈൻ ചെയ്തിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ എനിക്ക് HCl ഗ്യാസ് ആണ് കിട്ടുക. ഓക്കെ, ഇനി HCl വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് HCl ആസിഡുമാണ് കിട്ടുക. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ പറയുന്നുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ് ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഹൈഡ്രജൻ ഈസ് എ കളർലെസ് ആൻഡ് ഓഡർലെസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഹൈഡ്രജന് നിറമില്ല, കണമില്ല, മണമില്ല. അതുപോലെ തന്നെ വാട്ടറിൽ ഇൻസൊല്യൂബിളാണ്, ലയിച്ച് ചേരാത്തതാണ്. അതേപോലെ ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളും ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാറുണ്ട് അല്ലേ, ബലൂണുകളൊക്കെ മുകളിലേക്ക് പറന്നു പോകുന്നത് കാണാറുണ്ട്. ഹൈഡ്രജൻ എക്സിസ്റ്റ് ഇൻ ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഡയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണുക. ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് എന്നോളം ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഞാൻ കുറച്ച് സിങ്കിൻ്റെ ഗ്രാനുവൽസ് ഇട്ട സമയത്ത് എനിക്ക് ഏതോ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ആ ഗ്യാസ് ഹൈഡ്രജൻ ആണോ എന്ന് ഞാൻ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക? ഹൗ ടു ഐഡൻറ്റിഫൈ? അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു മാച്ച് സ്റ്റിക്ക് എടുത്തതിൻ്റെ മൗത്ത് ഭാഗത്തേക്ക് വെച്ച സമയത്ത് പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഗ്യാസ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഉറപ്പ് വരുത്താം, ദ ഗ്യാസ് ഈസ് ഹൈഡ്രജൻ. ദാറ്റ് ഗ്യാസ് ഈസ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി യൂസസ് ഓഫ് ഹൈഡ്രജൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആൻഡ് മെത്തനോൾ ടു സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്. ഓക്കെ, ആസ് എ ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ പറഞ്ഞിട്ടുള്ളത് കലോറിഫിക് വാല്യൂ എന്താണെന്നാണ്. Calorific value of a fuel is the heat energy released from 1 unit mass of that fuel on complete combustion. അതായത് ഞാനൊരു 1 യൂണിറ്റ് ഫ്യൂവലിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത്, കമ്പഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി, താപോർജ്ജത്തിൻ്റെ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് നമ്മൾ കലോറിഫിക് വാല്യൂ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കലോറിഫിക് വാല്യൂ കൂടാ മീൻസ് അവിടെ ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പഷൻ്റെ സമയത്ത് ഹൈഡ്രജൻ ആയിരിക്കും എന്നർത്ഥം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കുക. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഹൈഡ്രജൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ആർ ദ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. Then which among these is an isotope without a neutron? ഇതിൽ ഏത് ഐസോട്ടോപ്പിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. ദെൻ ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ഡൊമസ്റ്റിക് ഫ്യൂവൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും കലോറിഫിക് വാല്യൂ ഉള്ള ഈ ഒരു ഹൈഡ്രജനെ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നില്ല, വീടുകളിലുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല? നമുക്ക് ഓൾറെഡി അറിയാം, ഹൈഡ്രജൻ ബേൺസ് വിത്ത്. എങ്ങനെയാണ് ഹൈഡ്രജൻ എപ്പോഴും കത്തിക്കുക? കത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ, അതായത് പൊട്ടിത്തെറിയോടുകൂടി കത്തുന്നൊരു വാതകം കൂടിയാണ് ഹൈഡ്രജൻ. അതുമാത്രമല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അതായത് ഇത് സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ഡൊമസ്റ്റിക് ആവശ്യത്തിന് യൂസ് ചെയ്യാത്തത്, വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കാർബൺ. കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാവും അല്ലേ.
ഓക്കെ. പക്ഷേ കാർബണിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. കാർബണിൻ്റെ വ്യത്യസ്ത അലോട്രോപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതായത് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയുള്ള സെയിം എലമെൻറ്റ്, അതായത് ആ എലമെൻറ്റിനൊരു ചേഞ്ചും ഇല്ല, പക്ഷേ അയാളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി അയാളെ കാണാൻ പല പല കോലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് അലോട്രോപ്പ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ 2 അലോട്രോപ്പാണ്, ക്രിസ്റ്റലിൻ അലോട്രോപ്പും അമോർഫസ് അലോട്രോപ്പും. ക്രിസ്റ്റലിൻ അലോട്രോപ്പിൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. അമോർഫസിൽ ചാർക്കോൾ, കോക്ക്, ലാംബ്ലാക്ക്, കോൾ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലിൻ അലോട്രോപ്പിൽ വരുന്നതാണ് ഫുള്ളറിനും ഡയമണ്ടും ഗ്രാഫൈറ്റും ഗ്രഫിനും. ഇതിൽ തന്നെ വ്യത്യാസം നോക്കാം നമുക്ക്. ഫുള്ളറിനും ഡയമണ്ടും ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഗ്രഫീൻ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6 ആണ്. സോ അയാളുടെ വാലൻസി അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ബാക്കിയുള്ള 4 ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യും? ഡയമണ്ട് ആയാലും ഫുള്ളറിനായാലും കമ്പൈൻ ചെയ്യും. സോ ഹിയർ ദർ ഈസ് നോ ഫ്രീ ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇവിടെ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺ ഇല്ല, ഫുള്ളും കമ്പൈൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഗ്രാഫൈറ്റും ഗ്രഫീനാണെങ്കിൽ അവർ 3 ഇലക്ട്രോണിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ടാകുന്നത് 3 ഇലക്ട്രോണിനെയാണ്. അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചോദ്യം, വിച്ച് അലോട്രോപ്പ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യുന്ന അലോട്രോപ്പ് ഏതാണ്? ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യുന്ന കാർബണിൻ്റെ അലോട്രോപ്പ് എന്ന് പറയുന്നത് അത് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ HCl അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് കുറച്ച് മാർബിൾ പീസസ് എടുത്തിട്ട് ഇതാണ്. ആ മാർബിൾ പീസ് എടുക്കുന്ന സമയത്ത് HCl മാർബിൾ പീസ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം പിന്നെ അവിടെ റിയാക്ഷൻ നടന്നിട്ട് ഏതോ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് ഏത് ഗ്യാസാണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഗ്യാസിനെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്യാസിനെ ലൈം വാട്ടറിലൂടെ കടത്തിവിടുന്ന സമയത്ത് എനിക്കവിടെ ആ ഒരു ലൈം വാട്ടർ മിൽക്കി കളറായിട്ട് മാറുന്നത് കാണാം. സോ ഞാൻ ഉറപ്പിക്കുക ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രിപ്പയർ ചെയ്യുക. ദെൻ യൂസസ് പഠിക്കുന്നുണ്ട് അവിടെ. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ യൂസ് ചെയ്യാം, അതേപോലെ സോഡ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ യൂസ് ചെയ്യാം, അതേപോലെ ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോൺ ആസ് ഡ്രൈ ഐസ് എന്ന് പറയുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിഡ് ഫോമിനെ, ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കും. ഈ ഡ്രൈ ഐസാണ് നമ്മുടെ സ്റ്റേജ് ഷോകളിലൊക്കെ സ്മോക്കി എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്, പുക വരുന്നത് പോലെയുള്ള എഫക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈ ഐസാണ്. പിന്നെ കാർബൺ മോണോക്സൈഡ് എന്ന് പറ്റി പറയുന്നുണ്ട്. ദ ഗ്യാസ് ഫോംഡ് ഹിയർ ഈസ് കാർബൺ മോണോക്സൈഡ്, ഇറ്റ് ഈസ് പോയ്സണസ് ഗ്യാസ്. അതായത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് വളരെ വിഷമുള്ള ഒരു വാതകമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ദ ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആൻഡ് ഫോംസ് ദ കാർബോക്സി ഹീമോഗ്ലോബിൻ. അതായത് നമ്മുടെ ബോഡിയിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിനെ, അതായത് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ബ്ലഡിൻ്റെ കപ്പാസിറ്റിയെ ഇല്ലാതാക്കും. അപ്പോൾ ആസ് എ റിസൾട്ട് അവിടെ എന്ത് ചെയ്യും? നമുക്ക് ബ്ലഡിൻ്റെ ഓട്ടമൊക്കെ ഭയങ്കര കുറവായിരിക്കും അല്ലേ? ബ്ലഡ് എന്ത് ചെയ്യും? എവിടെയും എത്താത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഓക്സിജനും എത്താത്ത അവസ്ഥ വരും. സോ നമുക്ക് മരണം വരെ സംഭവിക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രജനെ പറ്റിയിട്ടാണ് അല്ലേ? ഓക്കെ,
നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഓൾ ലിവിങ് ബീങ്സ് ഈസ് എൻ എലമെൻറ്റ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്രത്യേകിച്ച് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ 2 വീലേഴ്സ് 4 വീലേഴ്സൊക്കെയുള്ള ടയേഴ്സിനുള്ളിലും നമുക്ക് നൈട്രജനെയാണ് കാണാൻ പറ്റുക. ഈ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും N3 എന്ന മോളിക്യൂൾസ് N3 എന്ന ബോണ്ടിലാണ്, നമുക്ക് ട്രിപ്പിൾ ബോണ്ടിലാണ് കാണാൻ കഴിയുക. പക്ഷെ ഇങ്ങനെ ട്രിപ്പിൾ ബോണ്ടിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിന് നേരിട്ട് അതിനെ എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇടി മിന്നൽ അതുപോലെ ലൈറ്റനിങ് തണ്ടറിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ നൈട്രജൻ N3 എന്ന് പറയുന്ന മോളിക്യൂള് അങ്ങ് എന്ത് ചെയ്യും, ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആവുകയും N2 ആയിട്ട് മാറുകയും ചെയ്യും. അതായത് N2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, ഈ N2 നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡായിട്ട് മാറും. ഈ നൈട്രിക് ഓക്സൈഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് നൈട്രജൻ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് നമ്മൾ സോയിലിലുള്ള വാട്ടർ കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടുകളിലുള്ള റൈസോബിയം ബാക്ടീരിയാസ് ഇതിനെ അബ്സോർബ് ചെയ്യുകയും എന്ത് ചെയ്യും, നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ് ഫോംസ് ഏതാണോ ആ ഒരു രീതിയിൽ ആക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് പ്ലാന്റ്സ് നൈട്രജന് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മളവിടെ നൈട്രജൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് പറയാനില്ല, നമ്മൾ കളറില്ല നിറമില്ല എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നൈട്രജൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രജനീസ് ഫെർട്ടിലൈസേഴ്സ്, അതായത് നൈട്രജനീസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ വെഹിക്കിൾസിൻ്റെ ടയേഴ്സിൽ യൂസ് ചെയ്യാം. നല്ലൊരു ലിക്വിഫൈഡ് നൈട്രജനൈസ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഓക്സിജൻ്റെ പ്രസൻസ് ഫുഡ് പാക്കറ്റുകളിലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. വെൻ നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ഈസ് ഒബ്റ്റെയിൻഡ്, എന്താണ്, ആസിഡ് റെയിൻ ഒബ്റ്റെയിൻഡ്, അതായത് നൈട്രജൻ നമ്മുടെ റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ആസിഡ് റെയിൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്സിജനെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.